കൊല്ലുന്നത് ആരാണെങ്കിലും ഈ കൊല്ലലുണ്ടല്ലോ അതത്ര സുഖമുള്ള കാര്യമല്ല. അത് നമ്മളെ കൊല്ലുക, ആൾക്കാരെ കൊല്ലുക, മനുഷ്യനല്ലേ നമ്മളെപ്പോലെ ഒരു കുടുംബം. ഒരാൾ മരിക്കുമ്പോൾ, ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ആ കുടുംബം അനാഥമാകുന്നു. അവരുടെ മക്കൾ ഇന്ന് തന്നെ ചിത്രങ്ങൾ കണ്ടില്ലേ, പിണറായി പോകുമ്പോൾ ആ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ആ മോഹൻ മരിച്ചു. എന്തൊക്കെയാണെങ്കിലും RSS കൊന്നാലും CPM കൊന്നാലും കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യന്മാരാണല്ലോ, സാധാരണ മലയാളികളാണല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പം ബഹുമാനപ്പെട്ട വി മുരളീധരൻ RSS നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു RSS ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. മുഖ്യമന്ത്രി, ഗവൺമെൻറ് തയ്യാറാണ്, യാതൊരു സംശയമില്ല. കാരണം മുഖ്യമന്ത്രിക്ക്, ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് CPM ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. കണ്ണൂരിൽ മാത്രമല്ല, കേരളം ഒന്നാകെ സമാധാനത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഇവിടെ ഭരണം സുഖമായിട്ട് നടക്കൂ, കേരളം പുരോഗതിയിലേക്ക് കുതിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട വി മുരളീധരൻ്റെ ഈ ആഹ്വാനം അതിനെ മുഖവിലയ്ക്ക് തന്നെ എടുത്ത് ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം. എത്രയും വേഗം ചർച്ച നടത്തണം. അതിലും അപ്പുറത്ത് രണ്ട് വിഭാഗങ്ങളും, ഒരു വശത്ത് BJP RSS വിഭാഗം, മറുവശത്ത് CPM, സ്വന്തം അണികളോട് പറയണം, നിങ്ങൾ കൊല്ലാൻ പോകരുത്. അതും കൂടെ പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ കണ്ണൂരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം നേതാക്കൾ അവരുടെ അണികളോട് പറയണം, നിങ്ങൾ ഇനി കൊല്ലാൻ പോകരുത്, അത് അത്യാവശ്യം ആക്രമണം ഉണ്ടായാൽ പോലും നിങ്ങൾ വിട്ടേരെ എന്ന് പറയണം. അതാണ് കേരളത്തിൻ്റെ ആവശ്യം. കേരളത്തിൽ ഉറ്റുനോക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്യും എന്നാണ്. ഈ പകൽ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വന്നതിന് ശേഷം സമാധാന നീക്കങ്ങളുടെ വഴി അടഞ്ഞു എന്ന രീതിയിലുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം BJP നേതൃത്വം അതിനോട് പെട്ടെന്ന് പ്രതികരിച്ചത് അങ്ങനെയാണ്. അങ്ങോട്ട് വന്ന് ചർച്ച നടത്താൻ ആവശ്യപ്പെടുന്നതിലെ ഈഗോയാണ് അവർ പറഞ്ഞത്. AKD സെന്ററിന്റെ മുന്നിലേക്ക് വരാൻ ഞങ്ങളില്ല എന്ന്. പക്ഷേ ഇപ്പോൾ RSS നേതൃത്വം അയഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സമാധാന നീക്കങ്ങൾക്ക് നല്ല ഒരു സന്ദേശം നൽകുന്നു എന്ന് തന്നെയാണോ? പക്ഷേ ഈ ഒരു സന്ദേശം നൽകുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുവാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളമാണ്? അല്ല, മുഖ്യമന്ത്രിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രി ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ മതിയല്ലേ, ഇവരുടെയൊക്കെ ഫോൺ നമ്പറില്ലേ, അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ BJPക്കാർ വിചാരിക്കണം, ആൾക്കാരെ കൊന്നിട്ട് കേരളത്തിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുകയില്ല. CPM വിചാരിക്കണം, CPMൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന BJPയെ നേരിടുന്നത് കൊലപാതകം നടത്തിയല്ല. കൊലപാതകം ഒരു രാഷ്ട്രീയ പരിഹാരമല്ല. കൊലപാതകം ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് നടത്തുകയില്ല. പ്രത്യേകിച്ച് കേരളം പോലെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെയധികം മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. മഞ്ജുഷ്, ഇപ്പോൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയ സമയത്ത് അതിന്റെ വിശദമായ വിവരങ്ങൾ ശ്രീ വി മുരളീധരൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു. കേന്ദ്രമന്ത്രിമാരെ കണ്ട സമയത്ത്, ഈ ആവശ്യത്തിന് വേണ്ടി പോയതല്ല, മറ്റാവശ്യങ്ങൾക്കായി പോയപ്പോൾ കേന്ദ്രമന്ത്രിമാരെ കണ്ടതാണ് അന്ന് ഇത്തരത്തിലുള്ള സമാധാന നീക്കങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ ഒന്നും നടന്നില്ല. അതിനുശേഷവും അക്രമ പരമ്പര തുടരുകയാണ് ചെയ്തത്. അതുപോലെ ഒന്നായി മാറുമോ ഇപ്പോഴത്തെ ഈ നീക്കവും? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അണികളോട് രണ്ട് കൂട്ടരും, രണ്ട് ഭാഗത്തെ നേതാക്കളും ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമല്ലേ ഇത്തരത്തിലുള്ള സമാധാന നീക്കങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതാണ് ആവശ്യം. ഇപ്പം ഇന്ന് തന്നെ മാതൃഭൂമി പത്രത്തിലെ ശ്രീനിവാസൻ്റെ ഒരു അഭിമുഖം ഉണ്ടല്ലോ, നല്ല വിശദീകരിച്ചാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം കണ്ണൂർക്കാരനാണ്, അദ്ദേഹത്തിന് അവിടുത്തെ രാഷ്ട്രീയം അറിയാം, അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. അദ്ദേഹം പറയുന്നത് പോലും കാര്യങ്ങൾ എടുക്കണം. കാരണം കേരളത്തിലെ പൊതുസമൂഹം കൊലപാതകത്തെ അംഗീകരിക്കുന്നില്ല. അതാര് നടത്തിയാലും, അത് RSS നടത്തിയാലും CPM നടത്തിയാലും, ആ ഒരു കൊലപാതകത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് രണ്ട് ശക്തികളും രണ്ട് ചേരികളും ഇത് അവസാനിപ്പിക്കുക തന്നെ വേണം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇന്ന് രാവിലെ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് മുഖ്യമന്ത്രി ഇതിനു മുൻപും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കണ്ണൂരിൽ സമാധാനം കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ വിവരിക്കുകയുണ്ടായി. ആ സമാധാന നീക്കങ്ങൾ ഡൽഹിയിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരെ കണ്ട സമയത്തുണ്ടായതാണ്. പക്ഷേ അവിടെ പ്രതികരിക്കാതിരുന്നത് ഏത് പക്ഷമാണ്? ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങോട്ട് പറഞ്ഞിരുന്നു രാജ്നാഥ് സിംഗിനോടും അനന്ത്കുമാറിനോടും നിങ്ങൾ പ്രതിനിധികളെ അയക്കൂ എന്ന്. പക്ഷേ പിന്നെ അങ്ങോട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു എന്ന്. അല്ല, ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞ ഈ കാര്യം, പുതിയ കാര്യം ഞാനിപ്പോൾ ഇവിടെ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ കേട്ട, നേരത്തെ MT രമേശിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ കേട്ടിരുന്നത്, ഇപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ RSSൻ്റെ നേതൃത്വം ഇതിന് തയ്യാറായി വരുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രീ ജേക്കബ് ജോർജ് മാത്രമല്ല, ഞങ്ങളെ പാർട്ടിക്കുള്ള അഭിപ്രായമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ ആശയപരമായ സംവാദമാണ്. അത് കായികപരമായി മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. അത് പോവാതിരിക്കാനുള്ള ഒരു നീക്കം വേണ്ടതുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞാനതിൻ്റെ ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ വിഷയം
ഇവിടെ പരിഹരിക്കപ്പെടേണ്ട ഈ വിഷയം കണ്ണൂർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടില്ല. കണ്ണൂരിലെ ലീഡർഷിപ്പോ അല്ലെങ്കിൽ കേരളത്തിലെ ലീഡർഷിപ്പോ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ BJPയുടെ RSS നേതൃത്വം കരുതണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഓരോന്നോരോന്ന് എടുത്തിട്ട് പറഞ്ഞു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ല. മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. ശ്രീ വി മുരളീധരൻ, നിങ്ങളെ പറ്റിയുള്ള മറ്റൊരു ആരോപണം, ഇപ്പോൾ RSS BJP നേതൃത്വം ക്രമസമാധാന പ്രശ്നമാക്കി വരുത്തി തീർത്തുകൊണ്ട് ഇപ്പോൾ നേരത്തെ BJPയുടെ തന്നെ നേതാവായ ശ്രീ TG മോഹൻദാസ് കേന്ദ്രത്തിന് കത്തുവരെ അയച്ചുവല്ലോ, കണ്ണൂരിൽ അടിയന്തരമായി കേന്ദ്രം ഇടപെടണം എന്ന രീതിയിൽ. ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമായി വരുത്തി തീർത്തുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരെ ഏർപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും BJP നേതൃത്വം മടി കാണിക്കുകയില്ല എന്ന് ഇത് CPM-ൽ നിന്ന് തുടർച്ചയായി ഉയർന്നു വരുന്ന ആരോപണങ്ങളുമാണ്. CPM-ൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനിപ്പോൾ റിയാസ് പറഞ്ഞല്ലോ അഖിലേന്ത്യാ നേതൃത്വം. ഞാൻ പറയുന്നത് CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്താശൈലിയുണ്ട്. അതായത് ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, എന്നിട്ട് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 650 കലാപങ്ങളുടെ കാര്യം റിയാസ് പറഞ്ഞു. ഒരൊറ്റ കലാപത്തിൻ്റെ റിപ്പോർട്ട് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നാളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് RSS എന്നുള്ള സംഘടന ഈ വർഗീയ കലാപത്തിൽ പങ്കാളിയാണ് എന്ന് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ അന്വേഷണം കണ്ടെത്തിയതായിട്ട് ഒരു നാളെ പരസ്യ പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ ഞാൻ റിയാസ് പറഞ്ഞത് അംഗീകരിക്കാം. ഇപ്പോൾ ഈ മാതൃഭൂമി ചർച്ചയിൽ ഇവിടെ ഇരുന്നിട്ട് തെളിവ് ഹാജരാക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ റിയാസിൻ്റെ കയ്യിൽ ഇതിൻ്റെ കോപ്പി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നാളെ റിയാസ് സൗകര്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചിട്ട് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തി കാണിക്കട്ടെ, ഞാൻ അംഗീകരിക്കാം. കാരണം രാഹുൽ ഗാന്ധി വധത്തിൽ RSS-നെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് കണ്ടല്ലോ, കോടതിയിൽ ഓരോ തവണ മാറ്റി പറഞ്ഞിട്ട്. ഇതേപോലെയുള്ള അർദ്ധസത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള ചർച്ചകളിൽ ഉന്നയിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, അതായത് RSS-ഉം BJP-യും സമാധാനത്തിന് വേണ്ടിയിട്ട് എന്നും തയ്യാറാണ്. അഖിലേന്ത്യാ നേതൃത്വം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കലാപം ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ 356-ാം വകുപ്പ് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഇതൊക്കെ സ്വപ്നം കാണാമെന്നല്ലാതെ അടിയന്തരാവസ്ഥ പോലും കോൺഗ്രസ്സുകാർക്ക് ഇനി ആലോചിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർക്ക് 356-ാം വകുപ്പ് 1957 കേരളത്തിൽ നടപ്പിലാക്കിയതുപോലെ ഇനി നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം BJP കേരളത്തിൽ ജനങ്ങളെ BJP-യുടെ ആശയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ആശയം ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി ജനപ്രതിനിധികളെ നിയമസഭയിൽ എത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. അതല്ലാതെ ഒരു തരത്തിലുള്ള കേന്ദ്ര ഇടപെടലും ഒരു തരത്തിലുള്ള എങ്ങനെ പ്രത്യേക സൈനിക അധികാര നിയമം പ്രയോഗിക്കണം അത് സാധ്യമാണോ? പക്ഷെ അങ്ങനെയുള്ള ആശയം ഇവിടുത്തെ BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരാൾ എഴുതി എന്നുള്ളത് കൊണ്ട് ആ ആശയത്തിന് ആരുടെ പിന്തുണ കിട്ടി? ആരുടെ പിന്തുണ ഇല്ല. അങ്ങനെ ഒരു സൈനിക അധികാരം ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ കത്തിനെ തള്ളി പറയുകയാണോ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഞങ്ങളൊരു ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ TG മോഹൻദാസ് എന്നയാൾ BJP-യുടെ ഭാഗമല്ല എന്നുണ്ടോ? TG മോഹൻദാസ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. TG മോഹൻദാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിൽ, അതായത് കണ്ണൂരിൽ കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. ഞാൻ കേന്ദ്രത്തിൻ്റെ ഭരണത്തിൽ ഒരു ചെറിയൊരു ചുമതല വഹിച്ചിരുന്ന ഒരാളാണ്. കേന്ദ്രഭരണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. കേന്ദ്രസേനയെ വിന്യസിക്കുക എന്നുള്ളത് സംസ്ഥാനം ആവശ്യപ്പെടാതെ സാധ്യമല്ല. സംസ്ഥാനം ആവശ്യപ്പെട്ടാലും കേന്ദ്രസേന വന്നാലും ആ കേന്ദ്രസേന എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ്, അതായത് കേരള പോലീസാണ്. അല്ലാതെ CRPF നേരിട്ട് വന്നിട്ട് കലാപമർച്ച ചെയ്യലല്ല. ഞാൻ പറയാം TG മോഹൻദാസ് അത് പറയുന്നത് ഈ ഇന്നത്തെ സാഹചര്യം കത്ത് ആർക്കും എഴുതാന്ന് നമ്മുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസില്ലേ? നിങ്ങൾക്കും കത്തെഴുതാം. കത്തെഴുതുന്നത് ഒരു വലിയ കാര്യമല്ല. ആ കത്തെഴുതുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലുള്ള സാഹചര്യത്തിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, IG കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചല്ലോ, വി ആർ ഹെൽപ്ലെസ്, ഞങ്ങൾ നിസ്സഹായരാണെന്ന് ഒരു IG പറയുമ്പോൾ
അതിൻ്റെ അർത്ഥം എന്താ? രണ്ടർത്ഥമാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അവിടെയുള്ള സംഘർഷം തടയാൻ കേരള പോലീസിന് സാധിക്കുന്നില്ല, IG-യുടെ വ്യക്തിപരമായിട്ടുള്ള നിസ്സഹായത. രണ്ട്, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കേരള ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കൊലപാതകം നടത്താൻ കത്തിയും വാളും ഒക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് നേരിട്ടുള്ള അനുഭവം ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പറശ്ശിനിക്കടവിൽ തീം പാർക്കിനെതിരായിട്ട് ഒരു സമരം നടത്തി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ. ആ സുരേന്ദ്രൻ യുവമോർച്ചയുടെ പ്രകടനമായിട്ട് പോയപ്പോൾ ആ യുവമോർച്ചയുടെ പ്രകടനത്തെ നേരിടാൻ 1000-ഓളം ആളുകൾ എല്ലാവിധ ആയുധങ്ങളുമായിട്ടാണ് നിന്നത്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായിട്ടുള്ള സമരത്തെ നേരിടാൻ ഇങ്ങനെ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷേ അതാണ് കണ്ണൂര്. ആ കണ്ണൂരിൽ, കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതെന്ത് കാണിച്ചാലും ഞങ്ങളുടെ ഇവിടുത്തെ വോട്ടൊന്നും നഷ്ടപ്പെടില്ല. ഞങ്ങളുടെ വോട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ കോറോത്ത് അക്ഷയശ്രീ എന്നുള്ള പേരിലുള്ള ഒരു സ്വാശ്രയ സംഘം, ആ സ്വാശ്രയ സംഘത്തിൽ 200-ഓളം സ്ത്രീകൾ അവിടെ ഒരുമിച്ച് വന്നു. ആ സ്ത്രീകൾ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്വാശ്രയ സംഘങ്ങളിൽ വിതരണം ചെയ്തു. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വന്നിട്ട് അക്രമം നടത്തി ആ സ്ത്രീകൾ മുഴുവൻ അടിച്ചോടിച്ചു. അവർ കൊലക്കത്തി എടുത്തിട്ടാണ്. പക്ഷേ പറയുമ്പോൾ റിയാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാനത് റിയാസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുഴപ്പമൊന്നുമല്ല, കാരണം കമ്മ്യൂണിസ്റ്റ് ശൈലി അതാണ്. അതായത് എതിരാളിയെ ഇപ്പോൾ റിയാസ് പറയാ വർഗീയ കലാപം, BJP, RSS. ഈ RSS വർഗീയ കലാപം നിയമമില്ല നമ്മുടെ നാട്ടിൽ. BJP RSS ഭരിക്കാൻ തുടങ്ങി ഈ അടുത്ത കാലത്തല്ലേ. ഇത്രയും കാലമായിട്ട് RSSൻ്റെ വർഗീയ കലാപത്തിൻ്റെ പേരിൽ ആരെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ വർഗീയ കലാപം അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാൾ നിയമസഭയിൽ നേരിട്ട് പറഞ്ഞ മറുപടിയാണ് 28,000 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബംഗാളിൽ നടന്നു എന്ന്. നമ്മുടെ അബ്ദുള്ളക്കുട്ടി നേരിട്ട് പറഞ്ഞതാണ്, ബംഗാളിൽ കൊലപാതകം നടത്തിയാൽ എങ്ങനെയാണ് ആളുകളുടെ ബോഡി പോലും കിട്ടാത്ത വിധത്തിൽ ഉപ്പ് ചാക്കിൽ. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇപ്പോൾ ഈ ക്രമസമാധാന പ്രശ്നം ഇവിടെയുണ്ട്, അത് വഷളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ അതുണ്ടാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു BJP നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എഴുതിയ കത്തിൽ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പരാമർശം ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് ഒന്നാമത് TG മോഹൻദാസിന്റെ കത്ത്, അത് സംഘപരിവാറിലെ ഒരു പ്രധാനപ്പെട്ട ആളും ഒരു മുഖവും കൂടിയാണ്. നമ്മുടെയൊക്കെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ബഹുമാനായ ഒരാളാണ്. അദ്ദേഹം പറയുന്ന രീതിയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത നല്ലൊരു സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കത്ത് പോലും ബഹുമാനപ്പെട്ട V. മുരളീധരൻ നിഷേധിക്കുന്നു, അത് തള്ളിപ്പറയുന്നു. നയമല്ല, BJP അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം പ്രകടിപ്പിച്ചത് ഈ സാഹചര്യത്തിലുള്ള അസ്വസ്ഥത രേഖപ്പെടുത്തലാണ്. അതെ, അത് വ്യക്തിപരമായിട്ടാണ്, പാർട്ടിപരമായിട്ടല്ല, സംഘപരിവാരപരമായിട്ടും അല്ല. ഞങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ കേരളത്തിന്റെ ഇത് BJP-യുടെയും സംഘപരിവാറിന്റെയും ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് നിലപാടായിട്ട് തന്നെ കാണാം. ചർച്ചയ്ക്ക് ഇത് പൊതുസമൂഹത്തിലെ അദ്ദേഹം മുൻ പ്രസിഡന്റ് അല്ലേ, അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തോട് സംസാരിക്കുകയല്ലേ. ഇപ്പോൾ ഡയറക്റ്റായിട്ട് കേരളം ലോകമൊഴുക്കുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളെ. ശരിക്കും അദ്ദേഹം പറയുന്ന വാക്കുകൾ റിയാസും കൂടെ കേൾക്കാനാണ് പറയുന്നത്. റിയാസെ, CPM നേതൃത്വവും അത്രയ്ക്ക് ഗൗരവത്തോടു കൂടി കാണുക, ഒരു ചർച്ച നടക്കട്ടെ, നമുക്ക് കാണാമല്ലോ. ഇതെല്ലാം ജനങ്ങളല്ലേ സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങളുടെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളൊക്കെ വളരെ തുറന്ന സമീപനമാണ്. കഴിഞ്ഞ ദിവസം അനിൽ നായർ വളരെ ടച്ചിങ് ആയിട്ടുള്ള ലേഖനം എഴുതിയിട്ടുണ്ട്. അനിൽ നായർ അങ്ങ് വായിച്ചോന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെസിഡൻറ്റ് എഡിറ്ററാണ് കൊച്ചിയിൽ. എനിക്കത് പരിചയമില്ല. ഞാൻ നമ്പറൊക്കെ മേടിച്ച് വിളിച്ച് ചോദിച്ചു, ഹൂ കിൽഡ് വയനാടൻ തമ്പാൻ. അതിനകത്ത് വയനാടൻ തമ്പാൻ എന്ന് പറഞ്ഞാൽ RSSകാരുടെ ഒരു ഹിറ്റ് മാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതാൻ പോകുന്നൊരു പുസ്തകത്തിൻ്റെ